ഒരു ദിവസം സന്ധ്യാവേളയിൽ വിഷ്ണുഭക്തിയിൽ മുഴുകിയിരുന്ന പ്രഹ്ലാദനെ ഹിരണ്യകശിപു വലിച്ചിഴച്ചു കൊണ്ടുവന്നു. നീ ആരാധിക്കുന്ന നിന്റെ വിഷ്ണു ഇവിടെ എവിടെയാണുള്ളതെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. എന്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലും നിന്നിലും എന്നിലും എല്ലാവരിലും എല്ലായിടത്തും ഉണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. എങ്കിൽ ഈ തൂണിലുള്ള നിന്റെ ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് തൂണിലേക്ക് ആഞ്ഞിടിച്ചു. ഉടൻ തന്നെ ദിക്കുകൾ വിറപ്പിക്കുന്ന രീതിയിൽ തൂണ് പിളർന്നുകൊണ്ട് മനുഷ്യന്റെ ഉടലോടും സിംഹത്തിന്റെ ശിരസോടും കൂടിയ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി പുറത്തേക്ക് വന്നു. മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിനെ വീടിനകത്തോ പുറത്തോ അല്ലാത്ത വിധം വാതിൽപ്പടിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ സ്വന്തം മടിയിൽ കിടത്തി ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്വന്തം നഖം ഉപയോഗിച്ച് ഹിരണ്യന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് അവനെ വധിച്ചു. ബ്രഹ്മാവ് നൽകിയ വരത്തിന് യാതൊരു മാറ്റവും വരാതെ തന്നെ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ചു. സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനായാണ് ഭഗവാൻ നരസിംഹാവതാരം കൈക്കൊണ്ടത്. എങ്കിലും തന്റെ ഭക്തരെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനായി ഭഗവാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്ന സന്ദേശവും കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.